സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബി.ജെ.പി. ഗാംഗ്ടോക്കിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. റോഡ് റെയിൽ വികസനത്തിനായി സിക്കിം ഗതിശക്തി പദ്ധതി, സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും 25,000 തൊഴിലവസരങ്ങൾ, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന അമ്മ ക്യാന്റീൻ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സിക്കിമിൽ ഒറ്റയ്ക്ക് ഭരണം ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റും എന്ന പ്രഖ്യാപനത്തോടെയാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയാണ്: റോഡ്, റെയിൽ, എയർപോർട്ട് തുടങ്ങിയവയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി. കിസാൻ സമ്മാൻ നിധി 6,000 രൂപയിൽ നിന്നും 9,000 ഉയർത്തും. വരുന്ന 5 വർഷത്തിനിടയിൽ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമായി 25,000 തൊഴിലവസരങ്ങൾ. സ്ത്രീകൾ നടത്തുന്ന അമ്മ കമ്മ്യൂണിറ്റി ക്യാന്റീൻ വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സിക്കിം നിലവിൽ ഭരിക്കുന്നത് സിക്കിം ക്രാന്തികാരി മോർച്ച ബി.ജെ.പി. സഖ്യമാണ്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് നയിക്കുന്ന ക്രാന്തികാരി മോർച്ചയ്ക്ക് 19ഉം ബി.ജെ.പിക്ക് 8ഉം MLA-മാരുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് സിക്കിമിൽ മത്സരം സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും മറ്റ് പ്രാദേശിക കക്ഷികളും തമ്മിലായിരുന്നുവെങ്കിൽ ഇക്കുറി ദേശീയ കക്ഷിയായ ബി.ജെ.പിയുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത്. രാജ്യത്ത് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമായ സിക്കിമിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 32. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. ഏപ്രിൽ 19-നാണ് ഇവിടെ വോട്ടെടുപ്പ്. ജനം, ഡൽഹി.